ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വർണത്തിനും വെള്ളിക്കും വിലയിടിഞ്ഞു. കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി റെക്കോർഡ് വിലയിലേക്ക് കുതിച്ച സ്വർണ്ണവിലയിലെ ഇടിവ് വിപണിയെയും ബാധിച്ചു. ബജറ്റ് പ്രഖ്യാപനത്തോടെ രാജ്യത്തേക്ക് അനധികൃതമായി എത്തുന്ന സ്വർണത്തിന്റെ അളവിൽ നേരിയ തോതിലെങ്കിലും കുറവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കസ്റ്റംസ് തീരുവ 6% കുറയ്ക്കാൻ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായതോടെ സ്വർണ്ണവില വീണ്ടും താഴേക്ക് പതിച്ചു. ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപ് ഗ്രാമിന് 25 രൂപ കുറവ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ 250 രൂപയാണ് ഇന്ന് ഗ്രാമിനിടിഞ്ഞത്. ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് 2000 രൂപ കുറഞ്ഞ് 51,960 രൂപയായി. മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിലും സ്വർണ്ണവില ഇടിഞ്ഞു. വരും ദിവസങ്ങളിലും സ്വർണ്ണവില താഴേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇതോടെ ഉപഭോക്താക്കളെ കൂടുതലായി ആകർഷിക്കാൻ കഴിയുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. വളരെ കാലമായുള്ള ആവശ്യം പരിഗണിക്കപ്പെട്ടതിൽ സന്തോഷമെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. സ്വർണ്ണത്തിനെ സംബന്ധിച്ചിടത്തോളം, സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബൂസ്റ്റിംഗ് തന്നെയാണ് കിട്ടിയത്. കാരണം കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഈ ജ്വല്ലറി സെഗ്മെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് തീരെ അവഗണിക്കേണ്ടതെന്ന് ഞങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബഡ്ജറ്റ് സ്വർണ്ണ വ്യാപാരികൾക്ക് വളരെ അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. സ്വർണ്ണവില ഇടിയുന്നതുകൊണ്ട് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് നല്ല ഒരു ഒക്കേഷനായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും ബോധ്യപ്പെടും. കാലങ്ങളായിട്ട് സ്വർണത്തിൻ്റെ മൂല്യം ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പാതയിലേക്ക് ആദ്യം സ്വർണം തിരിച്ചു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കസ്റ്റംസ് തീരുവ കുറയുന്നതോടെ അനധികൃതമായി വിദേശത്ത് നിന്നെത്തുന്ന സ്വർണത്തിൻ്റെ ഒഴുക്കിൽ നേരിയ തോതിലെങ്കിലും കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം സുരക്ഷിത നിക്ഷേപമെന്ന രീതിയിൽ സ്വർണത്തെ പരിഗണിക്കുന്നതിൽ മാറ്റം വരാനിടയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. നിലവിൽ വിവിധ നികുതികൾ ചേർന്ന് 15% നികുതിയാണ് സ്വർണവും വെള്ളിയും ഇറക്കുമതി ചെയ്യാൻ നൽകേണ്ടത്. ഇതിൽ 10% കസ്റ്റംസ് ഡ്യൂട്ടിയും 5% അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ്സുമാണ്. കസ്റ്റംസ് ഡ്യൂട്ടി 10%-ൽ നിന്നാണ് 6%-ആയി കുറച്ചത്. സ്വർണ്ണ വ്യാപാര മേഖലയുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ബജറ്റിൽ പരിഗണിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.